ഹലോ ഗൈസ്, സോ ഞാൻ എന്നുള്ളത് നമ്മുടെ ജർമ്മനിയുടെ തൊട്ടടുത്തുള്ള രാജ്യമായ ഓസ്ട്രിയയിലെ സാൽസ്ബർഗിലാണ്. ലോക പ്രശസ്ത സംഗീതജ്ഞനായ വോൾഫ്ഗാങ് അമഡേസ് മൊസാർട്ടിന്റെ ജന്മസ്ഥലമാണ് ഈ സാൽസ്ബർഗ്. മൊസാർട്ടിന്റെ ജന്മനഗരമായതുകൊണ്ട് തന്നെ സംഗീത പാരമ്പര്യത്തിനും വളരെ പേരുകേട്ട ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സാൽസ്ബർഗ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ സാൽസ്ബർഗ് അല്ല, നമ്മൾ ഓസ്ട്രേലിയ ഹോൾസ്റ്റാറ്റിലേക്കാണ് പോണത്. സോ സാൽസ്ബർഗ് ഈസ് ജസ്റ്റ് എ പിറ്റ് സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ സാൽസ്ബർഗ് ഒരുപാട് അങ്ങ് ചുറ്റിക്കറങ്ങി കാണാനുള്ള സമയമൊന്നും നമുക്കില്ല. സോ ഈ ഒരു വ്യൂവിൽ നമുക്കിപ്പോൾ സാൽസ്ബർഗ് ഫോർട്ട് കാണാം, നമുക്ക് ബിറബിൾ ഗാർഡൻസ് കാണാം, ഓൾഡ് ടൗൺ കാണാം, ആൻഡ് ആ ഒരു റിവർ, അതിൻ്റെ പേരാണ് സാൽസാച്ച് റിവർ കാണാം, ആൻഡ് ഫേമസ് സാൽസ്ബർഗ് കത്തീഡ്രൽ, അവിടെ നമ്മൾ മണിയുടെ ശബ്ദമല്ല കേൾക്കുന്നത്. ഇത്രയും സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ഒറ്റ റൗണ്ടിൽ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണുന്നുണ്ട്. ഇങ്ങനെ ചെറിയൊരു നൈറ്റ് വ്യൂ കാണിച്ചു തരാം. സോ അങ്ങനെ അധിക നേരം സാൽസ്ബർഗ് കിടന്ന് കറങ്ങാതെ നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ഹോൾസ്റ്റാറ്റിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ ഹോൾസ്റ്റാറ്റ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ ഒരു ചെറിയൊരു വില്ലേജാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു വഴിയും, ഒരു ട്രെയിനോ ബസ്സോ ഒന്നുമില്ല. നമ്മൾ കണക്ഷൻ എടുത്ത് വേണം അങ്ങോട്ടേക്ക് പോകാൻ. സോ നമുക്ക് രണ്ട് വഴിയാണുള്ളത്. ഒന്ന് ട്രെയിൻ എടുക്കാം, അല്ലെങ്കിൽ ബസ് എടുക്കാം. സോ ഞാൻ ബസ്സാണ് ചൂസ് ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ സാൽസ്ബർഗിൽ നിന്ന് ട്രെയിനിന്റെ ഫെയർ നോക്കിയപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നിയത്. സോ അങ്ങനെ നമ്മൾ ബസ് കുറച്ച് അധികം നേരം ഇരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ബസ് ചൂസ് ചെയ്തത്. അങ്ങനെ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടുത്തെ ഓഫീസിൽ BVG അല്ല, ജർമ്മനിയിലാണ് അത് BVG, ഓസ്ട്രേലിയയിൽ അത് OVGG ആണ്. ഓക്കെ, അവരുടെ ഓഫീസിൽ പോയപ്പോഴാണ് നമ്മൾ ആ ഞെട്ടിക്കേണ്ട രഹസ്യം അറിഞ്ഞത്. ആക്ച്വലി അന്ന് ഞാൻ പോയ ആ ഒരു ദിവസം സാൽസ്ബർഗ് സ്റ്റേറ്റിൽ മൊത്തം ബസ്സിനും ട്രാമിനും എല്ലാം ഫെയർ ഫ്രീ ആണ്. സോ ബാദിഷൽ ബാനോഫ് എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റ് ഉണ്ട്. സോ ആ ബാദിഷൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് വരെ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് പോകാം. പിന്നെ അവിടെ നിന്ന് ഹോൾസ്റ്റാറ്റിലേക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. അത് ഒരു 6-7 യൂറോയാണ് ഒരാൾക്ക് വരുന്നത്. സോ ഞാനങ്ങനെ ബസ് ചൂസ് ചെയ്ത് ബാദിഷലിലേക്ക് പോയി. ശരിക്കും യൂറോപ്പിന്റെ ഒരു ടിപ്പിക്കൽ വില്ലേജ് സീനറി എല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പോയതിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നില്ലെങ്കിൽ ജർമ്മനിയുടെ സദേൺ പാർട്ടിലേക്ക് വരണം, അതായത് ഓസ്ട്രിയയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈക്ക് ഓസ്ട്രിയ, എനിക്ക് ജർമ്മനിയുടെ ആ ഒരു പാട്ടിനെക്കാളും ഓസ്ട്രിയയിൽ കുറച്ചും കൂടെ ആ ഒരു ഗ്രീനറി ഭയങ്കര കൂടുതലായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ബാദിഷൽ എത്താനായി. ബാദിഷൽ എന്ന് പറയുന്നത് ചെറിയ ഒരു ടൗൺ ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത കണക്ഷൻ എടുത്ത് നെക്സ്റ്റ് ബസ്സിൽ കയറി പോകണം. അങ്ങനെ ബാദിഷലിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബസ് കയറി. സോ ശരിക്കും നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു വഴിയും ആ ഒരു പ്ലേസസിനെക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഒരു ഭയങ്കര ഒരു ഫിലിമി വൈബ് തോന്നിയത് ഈ ഒരു ബസ്സിലാണ്. അതായത് ഈ ഒരു ബസ്സിൽ നിന്ന് ഈ ഒരു പ്ലേസിലേക്ക് പോണ ആ ഒരു വഴിയാണ്. നിങ്ങൾക്ക് എന്താ തോന്നണേ? ശരിയല്ലേ? ഈ റോഡും ഈ രണ്ട് സൈഡുള്ള ഈ ഒരു വീടുകളും എല്ലാം നമുക്ക് ദൂരെ നിന്ന് കാണുന്ന ആ ഒരു മല, ചുറ്റും ഉള്ള ആ ഒരു പൈൻ ഫോറസ്റ്റ് എല്ലാം ഭയങ്കര ഒരു നൈസ് ഒരു വൈബല്ലേ നമുക്ക് തരണേ. അങ്ങനെ ഏകദേശം ഒരു 3.5 മണിക്കൂറിന് ട്രാവലിന് ശേഷം നമ്മളത് ഹോൾസ്റ്റാറ്റ് എത്താനായിട്ടുണ്ട്. ആ ഒരു മലയുടെ ഒരു താഴെയുള്ള ഒരു ചെറിയ ഒരു ടൗൺ ആണ് ഹോൾസ്റ്റാറ്റ്. വൈക്കിങ്സിലൊക്കെ കണ്ട ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതുപോലെയല്ലേ.
സോ നമ്മൾ പറഞ്ഞ നേരത്തെ രാവിലെ ട്രാവൽ ചെയ്ത് വരുന്ന വഴി ഫുള്ളും ലൈക്ക് ദ ഹോൾ യൂറോപ്പ് നമ്മൾ വരുന്ന വഴി ഓസ്ട്രിയ ഫ്രം സാൽസ്ബർഗ് ടു ദിസ് പ്ലേസ് ലൈക്ക് ശരിക്കും വരുന്ന വഴി തന്നെ ഭയങ്കര വർത്ത് ഫീലിംഗ് ആണ് കാണാൻ. നമ്മൾ ലൈക്ക് ആ €5 ടിക്കറ്റ് നമ്മൾ ലൈക്ക് ഒരു 2.5 മണിക്കൂർ നമുക്ക് ഇരിക്കണം. പക്ഷെ അതൊന്നും ലൈക്ക് നമ്മൾ മറന്നുപോയി ശരിക്കും നമ്മൾ ഈ 3 hour ട്രാവൽ ചെയ്തു എന്ന് നമുക്ക് ഓർമ്മ പോലുമില്ല. അത്രയും സൂപ്പറായിരുന്നു അത് ആ വഴി. And you guys just ignore my this face on my hair all because I have been traveling since 5 days. That's like I'm feeling so exhausted now and like നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കിട്ടില്ല നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യണതുകൊണ്ട്. സോ ലൈക്ക് മെയിൻലി നമ്മൾ ബർഗർ തന്നെയാണ് നമ്മളുടെ മെയിൻ ഫുഡ് ഇപ്പോൾ നമ്മൾ കഴിക്കണത്. സോ അതല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് വേറെ ഫുഡൊന്നും കിട്ടാനില്ല. ആക്ച്വലി ഹോൾസ്റ്റാറ്റ് ഈസ് ഓൾസോ ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതായത് സാൾട്ട് മൈനിങ്ങിനൊക്കെ ഭയങ്കര പേര് കേട്ട ഒരു സ്ഥലമാണ്. ഏകദേശം 7000 വർഷം പഴക്കമുള്ള സാൾട്ട് മൈനിങ് ഒരു ഇത് തന്നെ ഹോൾസ്റ്റാറ്റിലുണ്ട്. സോ പണ്ട് കാലത്ത് ഈ വെളുത്ത സ്വർണം എന്നാണ് ഉപ്പിന് പറഞ്ഞുകൊണ്ടിരുന്നത്. യൂറോപ്പിൽ മൊത്തം അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തുവായിരുന്നു. സോ ഇത് ഈ ഉപ്പ് ഉപയോഗിച്ച് വിന്ററിലേക്കുള്ള ഭക്ഷണം അത് കേടുവരാതെ സൂക്ഷിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഇത് ബിസിനസ്സിന് പർപ്പസ്, അതായത് ഈ ഹോൾസ്റ്റാറ്റാണ് പണ്ട് കാലത്തെ ഉപ്പ് കയറ്റുമതി എല്ലാം ചെയ്തിരുന്ന യൂറോപ്പിലെ തന്നെ ഭയങ്കര പേര് കേട്ട ഒരു സ്ഥലം. അങ്ങനെ പല കാരണത്താലും ഈ ഹോൾസ്റ്റാറ്റിന് കുറെ ചരിത്ര പ്രാധാന്യമുണ്ട്. സോ ദ മെയിൻ തിങ് നമ്മൾ യൂറോപ്പിൽ എവിടെ പോയാലും ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസും ഒരുപോലൊക്കെ തന്നെ. ലൈക്ക് എവിടെ പോയാലും ഒരു ഓൾഡ് ടൗൺ കാണും. പിന്നെ ഈ ഓൾഡ് ടൗണിലാണ് ഇതുപോലത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ഉണ്ടാവും. സ്റ്റാച്യൂന്ന് പറഞ്ഞാൽ ചുറ്റും ഇതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സും ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ലൈക്ക് ഓസ്ട്രേലിയ കുറച്ചും കൂടെ മൗണ്ടെയ്ൻസും വാട്ടർഫോൾസ് ലൈക്ക് സീ ഇതെല്ലാം കൂടുതലാണ്. ഇവിടെ സീ എന്ന് അവർ പറയുന്നത് ലേക്കിനെയാണ് ഇവിടുത്തെ സീ എന്ന് പറയണത്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആ മൗണ്ടൻ്റെ മേലേക്ക് കയറാൻ നമുക്ക് കേബിൾ കാർ ഉണ്ട്. സോ അതുവഴി നമ്മൾ കയറി പോകുമ്പോഴാണ് നമുക്ക് ഈ സാൾട്ട് മൈനിങ്ങിൻ്റെ ആ ഒരു പ്ലേസ് കാണാൻ പറ്റണത്. സോ ആക്ച്വലി അതിന് എത്ര €60-70 എന്തോ ചാർജ് വരുന്നത് കൊണ്ട് ഞാനിതിൻ്റെ മേലെ കയറിയില്ല. പക്ഷെ ഇതാണ് ശരിക്കും ഹോൾസ്റ്റാറ്റിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഞാൻ അത് ഭയങ്കര പ്രശസ്തമാവാൻ കാരണം ഈ അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി കൊണ്ട് തന്നെയാണ്. വീഡിയോയിൽ ആ ഭംഗി എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര ഒരു ഡ്രാമാറ്റിക് വൈബ് തരണ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്ന പോലത്തെ ഒരു പ്ലേസാണ് ഹോൾസ്റ്റാറ്റ്. ഭയങ്കര ചെറിയൊരു ടൗൺ. ജസ്റ്റ് നമുക്കൊരു 5-10 മിനിറ്റ്സ് വാക്കിനുള്ളിൽ ആ ഒരു ടൗൺ മൊത്തം നമുക്ക് കവർ ചെയ്യാം. അത്രേ അതുള്ളൂ. പക്ഷെ ആ ഒരു പ്ലേസ് അവിടെ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. Yeah, so I think you guys are also enjoy Hallstatt as I enjoyed. Like ഈ കാണുന്നതാണ് ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഈ ഒരു വില്ലേജ്. ഭയങ്കര വലിയ ഇത്രയേ ഉള്ളൂ ശരിക്കും ഹോൾസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ വില്ലേജ്, യൂറോപ്പിലെ ചെറിയ വില്ലേജ് ആൻഡ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൻ എടുക്കണമെങ്കിൽ പോലും നമുക്ക് മറ്റെന്താ ബോട്ടിൽ കയറി വേണം ഇവിടെ നിന്ന് അപ്പുറത്തിലേക്ക്. ഇതേ അവിടെ കാണുന്ന ആ സ്ഥലമില്ലേ, ഇവിടെയില്ല, അവിടെ അങ്ങോട്ട് വേണം നമുക്ക് ബോട്ടിൽ വേണം പോവാൻ. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റും. നമ്മൾ വരുമ്പോൾ ബസ്സിലാണ് വന്നത്. ബസ് ഇങ്ങോട്ട് വരും. ഇവിടെ ലൈക്ക് ഒരു തുരങ്കമുണ്ട്. തുരങ്കം വഴിയാണ് ബസ് ഇപ്പുറത്തേക്ക് വന്നത്. സോ ഇതാണ് ഇവിടുത്തെ സോൾട്ട്, റോക്ക് സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് എന്ന് പറയുന്ന ഒരു സോൾട്ട്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ലൈക്ക് ഹോൾസ്റ്റാറ്റ് ഒറിജിനൽ നാച്ചുറൽ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്റ്റോഴ്സിലും അത് അവൈലബിൾ ആണ്.
അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഈ കട കണ്ടത്. സോൾട്ട് മാത്രമല്ല, ഈ ലൈക്ക് ഭയങ്കര നാച്ചുറലായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കണ കുറേ സോപ്പ്, ബോഡി ക്ലെൻസർ, അതുപോലുള്ള പലതരത്തിലുള്ള ബയോ പ്രൊഡക്ട്സിൻ്റെ ഒരു ഷോപ്പാണിത്. പക്ഷെ അത്യാവശ്യം എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട്. പക്ഷെ ലൈക്ക് ഭയങ്കര ഒരു നല്ല വൈബായിരുന്നു അതിനകത്ത്. അങ്ങനെ അത് കുറച്ച് നേരം നമ്മൾ ഹോൾസ്റ്റാർട്ടിൽ കുറച്ച് നേരം മീൻസ് കുറച്ചധികം നേരം നമ്മൾ ഹോൾസ്റ്റാർട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഹോൾസ്റ്റാർട്ടിനോട് വിട പറഞ്ഞ് പോവുകയാണ്. ആക്ച്വലി നമ്മൾ ട്രെയിനിലാണ് തിരിച്ചു പോണത്. ഇവിടെ നിന്ന് ബോട്ട് സർവീസാണ് ഉള്ളത്. ഫ്രം ഹോൾസ്റ്റാർട്ടിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷന് വരെ ബോട്ടിൽ അവർ കൊണ്ടുവിടും. ഒരാൾക്ക് 2 യൂറോൻ്റെ ടിക്കറ്റ് അത്രേ വരുന്നുള്ളൂ ബോട്ടിൽ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ബോട്ട് അവസാനത്തെ ബോട്ട് സർവീസ് 5:15 അങ്ങനെ എന്തോ ആ ഒരു സമയത്തോട് അടുത്താണ്. സോ അതിന് മുൻപ് നമ്മൾ ട്രെയിനിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് നമ്മൾ ബോട്ടിൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ട്രെയിനിൽ പോകാൻ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഓരോ യാത്ര കഴിയുമ്പോഴും ആ സ്ഥലം കണ്ടതിന്റെ സന്തോഷത്തിനേക്കാൾ ഉപരി എനിക്ക് കൂടുതലും സങ്കടമായിരിക്കും തോന്നുക. ഇനി ചിലപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുമോ ഇല്ല അറിയില്ലല്ലോ. ആ ഒരു തോട്ടില് എപ്പോഴും എനിക്ക് ഓരോ പ്ലേസിൽ നിന്ന് വരുമ്പോഴും സങ്കടം മാത്രമായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ആയിട്ട് ഒരു യാത്ര കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ എൻ്റെ ട്രാവൽ ഡയറിയിലേക്ക് പുതിയ ഒരു പ്ലേസ് കൂടെ, സാൽസ്ബർഗ് ആൻഡ് ഹോൾസ്റ്റാറ്റ്. സോ ഐ തിങ്ക് യു ഗൈസ് ആർ എൻജോയ്ഡ് ദിസ് പ്ലേസ് with me. So I'm gonna end this vlog here and see you soon in my next vlog. Thank you for watching. Bye.